നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വറുത്തരച്ച ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ്. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. നമ്മളിത് വെക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ ഇതിനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഓയിലാണെങ്കിൽ വെളിച്ചെണ്ണ എന്താണെങ്കിലും ഒഴിച്ചതിന് ശേഷം വലിയ ഉള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് പച്ചമണം പോയതിന് ശേഷം പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഇനി ഒന്ന് സോഫ്റ്റ് ആവണം. വഴറ്റുന്നത് മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല. പിന്നെ അത് നമുക്ക് അത് വഴലണ സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരണ്ടിയെടുക്കണം. തേങ്ങ പൊളിച്ചപ്പോൾ അതിലൊരു പൊങ്ങുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുപ്പിൽ വെച്ച ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ കൊട്ടാം. പൊടികൾ കൊട്ടിയതിന് ശേഷം അപ്പോൾ ഇങ്ങനെ തേങ്ങ ചിരണ്ടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊടികൾ കൊട്ടിയതിന് ശേഷം നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം ഇത് 5 കിലോ ചിക്കനാണ്. ചിക്കൻ നമ്മൾ ആദ്യം തന്നെ നല്ലപോലെ കഴുകി വെള്ളം വാരാൻ വേണ്ടി വെക്കുക. വെള്ളം വാർന്ന ചിക്കന് ഇതിൽ മസാലയിൽ കൊട്ടിയിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കുക കേട്ടോ. ഇളക്കിയിട്ട് അതിൻ്റെ ഈ റോസ് കളർ പോയിട്ട് വെള്ള കളർ ആവുന്നവരെ നല്ലപോലെ ഇളക്കിയെടുക്കുക. ഞാൻ ഇളക്കുന്നത് മുഴുവനൊന്നും വീഡിയോയിൽ കാണിക്കണില്ല. അപ്പോൾ അതാണ് പറയുന്നത്, പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ കറി വെക്കുമ്പോൾ ഒരു പച്ച ചൊയ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ ഒരു പച്ചച്ചോയ ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചിക്കൻ നല്ലപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി അത് വെള്ള കളർ ആയതിനു ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് പിന്നെ ഒഴിക്കുന്നത് നമ്മൾ തിളച്ച വെള്ളമാണ്. ഇനി ഇതിലേക്ക് ഒരു പൊട്ട് പോലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇനി എന്ത് ഒഴിക്കുകയാണെങ്കിലും അത് ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഇനി ഞാനതവിടെ മൂടി വയ്ക്കുകയാണ്. ഇനി അതോടെ കടന്ന് വേകട്ടെ. വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇട്ടതിന് ശേഷം 1 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട്, 3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, 2-3 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം പാടെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ചുവന്നനെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ മണം വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ നിങ്ങൾ കറി എത്ര വെക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തേങ്ങ വറക്കരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കറിക്ക് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കുക. അതുപോലെ ചുവപ്പ് കളർ ആകുമ്പോൾ അതിലേക്ക് ഇത്തിരി മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി പിന്നെ ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നല്ലപോലെ ചൂടാറിയതിന് ശേഷം അത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഫൈനായിട്ട് അരച്ചെടുക്കുക. ഫൈനായിട്ട് അരച്ചെടുത്ത് തേങ്ങ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, കൂട്ടാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കൂട്ടാനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ ലെങ്ത് ആകുമ്പോഴാണ് ഫുള്ളായിട്ട് കാണിക്കാതിരിക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മിക്സിയൊക്കെ കഴുകിയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം ഒഴിക്കുന്നത് ഞാൻ ചുടുവെള്ളം തന്നെ ഒഴിക്കുന്നത്. ഇത് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ അതവിടെ നല്ലപോലെ തേങ്ങ ഒഴിച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം അത് ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു വറവ് ഇടണം. വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഉള്ളി ചുവക്കുന്നവരെ ഒന്ന് വഴറ്റി എടുക്കുക. വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാനൊന്നും ആരും മറന്നു പോകരുത്. പിന്നെ ഇനി ഇതിലേക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്തിയ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത്. പിന്നെ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഓയിൽ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് പിന്നെ അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി ചതച്ചതും ഇട്ട് അത് നല്ലപോലെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം അരി ഇട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളത് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അരി നല്ലപോലെ വെന്തിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്നും കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് തീയും വാരിയിട്ട് ദമ്മിട്ട് വെക്കുക. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും കൂടെ ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.